ഏതൊരാളുടെ ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കാര്യം കൂടിയാണ് കേട്ടോ നമുക്ക് നല്ലൊരു പാരൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞിട്ടെ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ ജനലിലെ കാഴ്ചകളും നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത്. അത് വെച്ച് തന്നെ ഞാൻ തുടങ്ങാം. അപ്പോൾ ഹായ് ഹലോ, ഐ എം തിസ്ലി. ഓരോ ബ്രൈഡ്സിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോഴും ഓരോരുത്തരും പല രീതിക്കായിരിക്കും എന്നോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ വീട്ടുകാരും പല രീതിക്കായിരിക്കും നമ്മളോട് പെരുമാറിയിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ ഈ പറയുന്ന സ്റ്റോറി ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന ബ്രൈഡിൻ്റെതല്ല കേട്ടോ. അന്നത്തെ ദിവസം എനിക്ക് 2 വർക്ക് ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ആയിരുന്നു എനിക്ക് ഈ ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ വീട്ടിലേക്ക് പോകുന്ന 1 അവർ മുമ്പ് തന്നെ ഞാൻ ആൾക്ക് വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടിരിക്കണേ എന്നുള്ളത്. ബ്രൈഡ് ഞാൻ റെഡിയാണ്, ഞാൻ ഓക്കെ ആണ്, എണീറ്റിട്ടുണ്ട് എന്നായിരുന്നു എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആളൊരു റൂമിന്റെ ഫ്രണ്ടിലെ ഡ്രസ്സിന്റെ ബാഗും ഓർണമെന്റ്സിന്റെ ബാഗും പിടിച്ച് ഡോർ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആളോട് കയറി വന്നപ്പോൾ തന്നെ ചോദിച്ചു, എന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ, റൂം ഏതാന്ന് കാണിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു. ഓൾറെഡി ഞാൻ എല്ലാ ബ്രൈഡ്സിനോടും പറയാറുണ്ട്, നിങ്ങളെ മേക്കപ്പിന്റെ ലാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് AC നിർബന്ധമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ബ്രൈഡിന്റെ വീട്ടില് താഴെയായിരുന്നു AC ഉണ്ടായിരുന്നത്. ബ്രൈഡിനോട് പറഞ്ഞ് 1 മിനിറ്റ് ഇട്ടോ, ഒന്ന് വെയിറ്റ് ആക്കണേ, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു. വീണ്ടും ആ റൂമിന്റെ അടുത്തേക്ക് പോയിട്ട് ആള് വീണ്ടും നോക്ക് ചെയ്തിട്ട് പറയുണ്ടായിരുന്നു, ഉമ്മ ഉപ്പ എഗൻ ആള് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോറ് കുറച്ചൊന്ന് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഡോർ ലോക്ക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വിളിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ആ റൂമിൽ നിന്ന് എണീക്കുന്നില്ലായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സിന് ശേഷം ആ റൂമിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിനക്ക് കുഞ്ഞുറങ്ങുന്ന കണ്ടൂടെ, പിന്നെ എന്തിനാ വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്ത്. വീഡിയോ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പൊ ദിസ് ഇസ് മൈ ബ്രൈഡ് ഷജീന. ആ ഷജീനന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഒന്ന് കമന്റ് കൂടി ചെയ്യാൻ മറക്കുക. ഞാൻ എന്റെ ബ്രൈഡിന്റെ അടുത്തേക്ക് പോയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് പാർട്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് റെസ്പോൺസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് പാർട്ടോടെ ഞാൻ ഒരുപാട് ഫീഡിൽ തപ്പി കിട്ടിയില്ല, അങ്ങനെ ഒരുപാട് കമന്റ്സും കുറെ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഈ പറയുന്നത്. പെട്ടെന്നുള്ള ആ റിപ്ലൈക്ക് എന്നെ പോലെ ബ്രൈഡും നെട്ടിട്ടുണ്ടായിരുന്നു. എന്റെ മുഖത്തേക്കായിരുന്നു ബ്രൈഡ് ദയനീയമായി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ എന്റെ അസിസ്റ്റന്റിന്റെ മുഖത്തേക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു, എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പെട്ടെന്ന് ആളുടെ കണ്ണൊക്കെ കലങ്ങി ആൾ ആ റൂമിന്റെ അടുത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് നടന്നു. അവിടെ അവളുടെ ഉമ്മന്റെ ഉമ്മ ഉണ്ടായിരുന്നു. കുറെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ബ്രൈഡ് കരയുന്നുണ്ട്. ഹാഫ് ആൻ അവറോളം ലേറ്റ് ആയപ്പോൾ ഞാൻ ബ്രൈഡിനോട് പറഞ്ഞു, കുഴപ്പമില്ലടാ, നമുക്ക് മേലൊരു റൂമിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, അവരെപ്പോഴാണോ എണീക്കുന്നത് അപ്പൊ നമുക്ക് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. വല്ലാണ്ട് കലങ്ങിയ കണ്ണും തുടച്ച് ആ വേദനയേറിയ മനസ്സോടുകൂടി അവൾ എന്റെ കൂടെ റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നു. ഹാഫ് ആൻ അവർ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഞാൻ പെട്ടെന്നൊന്നും മേക്കപ്പ് ചെയ്ത് തീർത്തില്ല. വളരെ സമാധാനത്തോടെ കാമൻ കൂളായിട്ട് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്റെ മുന്നിലിരിക്കുന്ന ബ്രൈഡ് ഒട്ടും ഓക്കെ അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ടായി. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതിനിടയിൽ ആൾ ഓക്കെ ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആളോട് ചോദിച്ചു, ആരായിരുന്നു ആ റൂമിൽ നിന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആൻസർ ആയിരുന്നു കേട്ടോ എനിക്ക് അവള് തന്നിട്ടുണ്ടായിരുന്നേ. തെസ്ലിയെ അതെന്റെ ഉമ്മയും ഉപ്പിയായിരുന്നു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ കേട്ടത് മാറിയതാണോ എന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഞാൻ ബ്രൈഡിനോട് ചോദിച്ചു, ഉമ്മയും ഉപ്പയും തന്നെയാണോ ആ റൂമിൽ ഉണ്ടായിരുന്നേ? ആളൊരു ചെറിയ ചിരിയോടെ എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മ ആയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ തെസ്ലി എന്ന്. അവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലിയർ പിക്ചർ എന്റെ മനസ്സിലുണ്ടായി. പിന്നെ ബാക്കി ആള് തുടർന്നു, എന്റെ ഉമ്മ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി തെസ്ലിയെ. അതിനുശേഷം എന്റെ ഉപ്പ കല്യാണം കഴിച്ചതാണ് ഈ ഉമ്മനെ. ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇങ്ങനെ കൈമാറി. എത്ര ആയാലും ഞാൻ സ്വന്തം മോളൊന്നുമല്ലല്ലോ അല്ലേ എന്നും പറഞ്ഞ ആളങ്ങ് കരയും. എന്താ ചെയ്യേണ്ടെന്നോ എന്താ പറയണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. 2 പാർട്ടോട് കൂടി വീഡിയോ അവസാനിപ്പിക്കണം എന്നാ ഞാൻ കരുതി. പക്ഷെ വീഡിയോന്റെ ലെങ്ത് കാരണം ഒരു പാർട്ടും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതെന്റെ ബ്രൈഡ് ലബീബന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. സൈനിങ് ഓഫ് തിസ്ലി.